ഗൾഫ് മേഖലയെയും ആഗോള സാമ്പത്തിക രംഗത്തെയും ഒരുപോലെ വിറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ആ യുദ്ധം നമ്മൾ കാണുന്നതാണ്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രഹരമേറ്റത് ദുബായിലെ വിഖ്യാതമായ ജബൽ അലി പോർട്ടിനാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ജബൽ അലി പോർട്ടിലെ ബിസിനസ് ഏകദേശം 90 മുതൽ 95% വരെയാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞത്. എന്നാൽ കളി ഇവിടെ തീരുന്നില്ല. വീണടുത്ത് നിന്ന് പൊരുതി കയറുന്ന ദുബായ് ഇപ്പോൾ ഒരു ചരിത്രപരമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് കമ്പനികളിലൊന്നായ DP വേൾഡ് ഇനി ഇറാനെയും ഹോർമുസ് കടലിടുക്കിനെയും പൂർണ്ണമായി മറികടന്നുകൊണ്ട് UAEയുടെ കിഴക്കൻ തീരമായ ഫുജൈറയിൽ ഒരു പുതിയ അത്യാധുനിക മെഗാ ഡീപ് വാട്ടർ പോർട്ട് നിർമ്മിക്കാൻ പോകുന്നു. എന്താണ് ഈ പ്രൊജക്ടിന് പിന്നിലെ ജിയോ പൊളിറ്റിക്സ്? ഇന്ത്യക്ക് ഇതിലൂടെ എന്തെങ്കിലും ലാഭമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ദുബായ് ഇത്രയും ഭീമമായ തുക മുടക്കി പുതിയൊരു പോർട്ട് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ലണ്ടൻ നഗരത്തിന്റെ വലുപ്പമുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പോർട്ടാണ് ദുബായിലെ ജബൽ അലി. പക്ഷേ ഇതിനൊരു വലിയ ശാപമുണ്ട്. പെർഷ്യൻ ഗൾഫിന്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പോർട്ടിലേക്ക് ഏതൊരു കപ്പലിന് വരണമെങ്കിലും ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകണം. ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 20% കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ US ഇറാൻ സംഘർഷം രൂക്ഷമായപ്പോൾ ഇറാൻ ഈ റൂട്ട് ബ്ലോക്ക് ചെയ്യുകയും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ മിസൈലുകൾ പതിച്ച് ജബൽ അലി പോർട്ടിൽ വൻ തീപിടുത്തം പോലും ഉണ്ടായി. മുൻപ് ദിവസം 135 കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന ഈ റൂട്ടിൽ ഇപ്പോൾ 40 കപ്പലുകൾ മാത്രമാണ് കഷ്ടിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബിസിനസ് തകരാതിരിക്കാൻ ദുബായ് ഈ കടലിടുക്ക് പൂർണ്ണമായിട്ട് ബൈപാസ് ചെയ്തേ മതിയാകും. ഇവിടെയാണ് ഫുജൈറയുടെ തന്ത്രപ്രധാനമായ ലൊക്കേഷൻ UAE ഉപയോഗിക്കുന്നത്. ഫുജൈറ സ്ഥിതി ചെയ്യുന്നത് ഹോർമുസ് കടലിടുക്കിന് വെളിയിൽ ഗൾഫ് ഓഫ് ഒമാന്റെ തീരത്താണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കപ്പലുകൾക്ക് ഇറാനെ പേടിക്കാതെ നേരിട്ട് ഫുജൈറയിൽ വന്നെടുക്കാം. എന്താണ് പുതിയ പദ്ധതി എന്ന് വെച്ചാൽ ഫുജൈറയിൽ പുതിയൊരു വമ്പൻ മൾട്ടിപർപ്പസ് ഡീപ് വാട്ടർ പോർട്ടും അതോടൊപ്പം പുതിയൊരു അത്യാധുനിക കണ്ടെയ്നർ ടെർമിനലും പണിയും. പ്രവർത്തന ശൈലി എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിലേക്ക് കയറാതെ നേരിട്ട് ഫുജൈറിലെത്തി കാർഗോ ഇറക്കും. അവിടെ നിന്ന് അത്യാധുനിക റോഡ് നെറ്റ്വർക്ക് വഴി കേവലം മണിക്കൂറുകൾക്കുള്ളിൽ ഈ ചരക്കുകൾ ദുബായിലേക്കും അബുദാബിയിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും എത്തിക്കും. നിർമ്മാണ സമയം എന്ന് പറയുന്നത് വെറും 18 മാസം കൊണ്ട്, അതായത് 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഈ പോർട്ടിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിനായിട്ട് ലക്ഷക്കണക്കിന് ഡോളറിന്റെ പ്രാഥമിക നിക്ഷേപമാണ് DP വേൾഡ് നടത്തുന്നത്. ഇത്രയും വലിയൊരു പോർട്ട് ഫുജൈറയിൽ വരുമ്പോൾ നമ്മുടെ ജബൽ അലി പോർട്ട് വെറുതെയാകുമോ? ഒരിക്കലുമില്ല. DP വേൾഡ് അധികൃതർ ഫിനാൻഷ്യൽ ടൈംസിനോട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ജബൽ അലി പോർട്ട് എന്നും ജബൽ അലിയായി തന്നെ തുടരും. അതിന്റെ പ്രവർത്തനങ്ങൾ ഒട്ടും കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ജബൽ അലി എന്നത് കേവലം ഒരു പോർട്ട് മാത്രമല്ല, 11,000-ലധികം കമ്പനികൾ പ്രവർത്തിക്കുന്ന വലിയൊരു സാമ്പത്തിക വ്യവസായ മേഖല കൂടിയാണ്. ഈ പുതിയ ഫുജൈറ പ്രൊജക്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജി മാത്രമാണ്. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫുജൈറ പോർട്ട് വികസനം ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമാണ്. നിലവിൽ അബുദാബിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഹോർമുസ് കടലിടുക്ക് വഴി വരാതെ പൈപ്പ് ലൈൻ വഴി ഫുജൈറിൽ എത്തിച്ച് അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് കപ്പലിൽ കയറ്റുന്നത്. പുതിയ പോർട്ട് കൂടി വരുന്നതോടെ എണ്ണ ഇതര ഉൽപ്പന്നങ്ങളുടെയും കപ്പൽ ഗതാഗതം കൂടുതൽ സുരക്ഷിതമാകും. ഇൻഷുറൻസ് നിരക്കുകൾ കുറയുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.